മാഷന്മാര്? ഇതിനും ഭേദം വല്ല പിലാണ്ടാശുപത്രിയിൽ പോയി കിടക്കണതാ, മനസ്സമാധാനം കിട്ടും. പൂക്കുന്നീതാ മുല്ല പൂക്കുന്നീലഞ്ഞി പൂക്കുന്നു തേന്മാവ് പൂക്കുന്ന ശോകം നിന്നെ ഒരിക്കൽ. ആശാന്റെ കൽപ്പകവാടി അല്ലല്ല പുഷ്പവാടിയിലുള്ളതാ. മാഷിനെ കാട് വെട്ടി തെളിക്കാൻ പഠിപ്പിച്ചത് ആ ആശാനാണോ? എടാ മഹാകവി കുമാരനാശാൻ, കേട്ടിട്ടുണ്ടോ? എവിടാ നിനക്കൊക്കെ ഉച്ചക്കഞ്ഞി കുടിക്കാനും കൂവാനും അല്ലാതെ വേറെ വല്ലതും അറിയോ? പറഞ്ഞ് നാക്കെടുത്തില്ല, അതിനുമ്പ് തുടങ്ങി ആ വെട്ടി തെളിക്കണ പൂക്കാവന്. എന്തോന്നാണ് ഇത്? കണ്ണു കളിച്ചന്തേ എന്തിനാ കൂയത്? അയ്യേ, ആരാടാ ഈ വൃത്തിയോട് കാണിച്ചത്? ഏത് കാക്കയായാലും അവനെ കൊണ്ടു കോരിപ്പിക്കണം. എവിടെ? അയ്യോ സാർ, അത് അപ്പോഴേ പറന്നുപോയി. പറന്നുപോയോ? ആ കാക്ക പറന്നുപോയി. സൈലൻസ്. കാക്ക അപ്പിട്ടു എന്നല്ല, കാക്ക കാഷ്ടിച്ചു എന്ന് പറയണം. മനസ്സിലായോ? അണ്ടർസ്റ്റാൻഡ്? നീ അങ്ങ് തുടച്ചോളഞ്ഞില്ല. ആരാ ഫ്രീ ആയിട്ടുള്ളത്? സരോജന ടീച്ചർ ഉണ്ട്. മാഷുടെ കാര്യം. സരോജന ടീച്ചർ എന്താ മാഷേ? ടീച്ചർ ഇവർ ഫ്രീ അല്ലേ? അതെ. എന്താ? വേറെ ഒന്നും തോന്നരുത്. ഇതുവരെ ടീച്ചറോട് ഇങ്ങനെ ഒരു കാര്യം ഞാൻ ചോദിച്ചിട്ടില്ല. എന്താ മാഷേ? എന്താടോ? ചോക്ക് എടുക്കാൻ വന്നതാ. വേറെ ക്ലാസ്സിൽ പോടോ. എന്താ മാഷേ? പെട്ടെന്നൊരു ആവശ്യം വന്നാ നിങ്ങളൊക്കെ അല്ലേ സഹായിക്കേണ്ടത്. ഒരു 3/4 മണിക്കൂറിന്റെ കാര്യമല്ലേ ഉള്ളൂ. മാഷ് എന്താ ഉദ്ദേശിക്കുന്നേ? ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മാഷ് എന്താ ഈ പറയുന്നേ? ഞാൻ അങ്ങനെയുള്ള ആളൊന്നല്ല. ഞാൻ ഉദ്ദേശിച്ച അതല്ല. മനസ്സിലായി. സംഗതി ഞാൻ എന്റെ അങ്ങേരുമായിട്ട് പിരിഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ട് 1.5 വർഷമായെങ്കിലും എന്ന് കരുതി മനസ്സാ വാച കർമ്മണ ഞാൻ മാഷക്ക് എന്നെ ഒരു പെങ്ങളായിട്ട് കരുതിക്കൂടെ? നിങ്ങളൊക്കെ അമ്മയാക്കാൻ അല്ല അമ്മമാരെ പോലെയാണ് ഞാൻ കാണുന്നത്. സദാനന്ദ മാഷിന്റെ ക്ലാസ്സിലേക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ പോവാമെന്ന് ചോദിച്ചതാ, ടീച്ചർ തെറ്റിദ്ധരിച്ചു. അല്ലെങ്കിൽ സദാനന്ദ മാഷിന്റെ കാര്യത്തിൽ എച്ചമിന് ഇച്ചിരി പുനാരം കൂടുതലാ. നമ്മളെങ്ങാനും ഒരു 10 മിനിറ്റ് വൈകിയാ കുരിശ് കേറ്റുമല്ലോ. ടീച്ചറെ, സദാനന്ദ മാഷിനെ കുറിച്ച് മാത്രം പരദൂഷണം പറയണ്ട. കരിമ്പൂരാടക്കാരനാ. നാവ് വളച്ചെന്തെങ്കിലും കടുപ്പിച്ചു പറഞ്ഞ അച്ചട്ടാ പറഞ്ഞേക്കാം. ഓട്ടണ താളത്തിന് തുല്ലാൻ ഇങ്ങനെ ഒരു ഹെഡ് മാഷ കിട്ടിയത് സദാനന്ദ. ലക്ഷ്ണോത്ത പാദം, പനങ്കുല പോലുള്ള